എല്ലാവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. ലോകം നടുങ്ങിയ പകർച്ചവ്യാധികൾ തിരികെ വരുമോ ഇവ വീണ്ടും? 2025 ആവർത്തിക്കാതിരിക്കാൻ 2024 അവസാനിക്കാൻ ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ അവസാനിക്കാൻ പോകുന്ന ഈ വർഷത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. ആരോഗ്യരംഗത്ത് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ തന്നെയാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ലോകത്തെ പ്രതിസന്ധിയിലാക്കിയത്. കോവിഡ് അവസാനിച്ചതോടെ ജീവിതം സാധാരണഗതിയിലായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മങ്കി പോക്സും ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയയും പക്ഷിപ്പനിയും എല്ലാം വീണ്ടും തലപൊക്കിയത്. രോഗാവസ്ഥകളെ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പലപ്പോഴും വെല്ലുവിളികളിൽ നിന്നും വെല്ലുവിളികളിലേക്കാണ് 2024 സഞ്ചരിച്ചത്. ലോകത്തെ നടുക്കിയ പകർച്ചവ്യാധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. COVID-19 വകഭേദങ്ങൾ. 2019 COVID-19 എന്ന മഹാമാരി ലോകത്തെ പിടിച്ചുകുലുക്കിയത്. പിന്നെ അങ്ങോട്ട് ലോകം പോലും ഞെട്ടിവിറയ്ക്കുന്ന കാഴ്ച നാം കണ്ടു. അതിൽ ജീവൻ നഷ്ടമായവരും രോഗാവസ്ഥ മോശമായവരും ധാരാളം ഉണ്ടായിരുന്നു. വാക്സിനുകളും അതിവിദഗ്ധമായ ചികിത്സയും ഫലം കണ്ടെങ്കിലും പിന്നീട് 2024 വിവിധ വകഭേദങ്ങളോടുകൂടെ കോവിഡ് ശക്തി പ്രാപിച്ചു. എന്നാൽ മുമ്പുണ്ടായിരുന്നത് പോലെ കഠിനമായ രോഗപ്രതിസന്ധികളോ വെല്ലുവിളികളോ ഉണ്ടായില്ലെങ്കിലും രോഗം വിടാതെ തന്നെ പിടികൂടിക്കൊണ്ടേയിരുന്നു. പ്രതിരോധ നടപടികൾ കൃത്യമായി സ്വീകരിക്കുക എന്നൊരു മാർഗം മാത്രമേ നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. മങ്കി പോക്സ്. കോവിഡിന് ശേഷം ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു പകർച്ചവ്യാധിയായിരുന്നു മങ്കി പോക്സ്. 2024 ആഗോള ആരോഗ്യ പ്രശ്നമായി കുരങ്ങുപനി അഥവാ മങ്കി പോക്സ് കണ്ടെത്തി. ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് രോഗം എത്തുമ്പോൾ അത് കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കി. കോവിഡ് പോലെ മരണാവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിലും ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം കേസുകൾ വർദ്ധിച്ചു. കേരളത്തിൽ പോലും രോഗബാധ സംശയിക്കപ്പെട്ടു. അടുത്ത സമ്പർക്കത്തിൽ പടരുന്നതിന് പല രാജ്യങ്ങളും യാത്രാ വിലക്കുകൾ പോലും ഏർപ്പെടുത്തി. നിപ്പ. ലോകത്തെ തന്നെ മരണസാധ്യതയിൽ മുന്നിലുള്ള രോഗങ്ങൾ ഒന്നാണ് നിപ്പ. എല്ലാ വർഷവും കേരളത്തിൽ നിപ്പ ബാധിക്കുന്നു എന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും നിപ്പ രോഗം വന്നപ്പോൾ നേരിട്ട വെല്ലുവിളി. നിപ്പ ബാധിച്ച് വിദ്യാർത്ഥി മരണപ്പെടുക കൂടെ ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ ആശങ്കയിലേക്ക് എത്തി. നിപ്പ പകരുന്ന വഴികളും രോഗത്തിന്റെ ഉറവിടങ്ങളും തേടി ആരോഗ്യ രംഗത്തുള്ളവർ പരക്കം പാഞ്ഞു. 5ാം തവണയായിരുന്നു കേരളത്തെ നിപ്പ ഭയത്തിലേക്ക് തള്ളിയിട്ടത്. ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ പക്ഷിപ്പനി. ഏവിയൻ ഇൻഫ്ലുവൻസ പ്രത്യേകിച്ച് H5N1 സ്ട്രെയിൻ 2024 പിടിച്ചുകുലുക്കിയ രോഗാവസ്ഥകളിൽ മുന്നിലാണ്. രോഗബാധിതരായ പക്ഷികളുമായി ഉണ്ടാകുന്ന നേരിട്ടുള്ള സമ്പർക്കമാണ് രോഗം പടരുന്നതിലേക്ക് എത്തിച്ചത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരില്ല എന്നതായിരുന്നു ആകെയുള്ള ആശ്വാസം. ഇപ്പോഴും ഇതിൽ നിന്നുള്ള വകഭേദത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലുള്ളവർ സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുട്ടി മരിക്കാനിടയായ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ കുളത്തിലും ഒഴുകാത്ത ജലാശയങ്ങളും കുഴിക്കുന്നത് പോലും അപകടമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതൊരു പകർച്ചവ്യാധി അല്ലെങ്കിൽ പോലും കേരളത്തിൽ ആശങ്കയുയർത്തിയ രോഗാവസ്ഥയിൽ അമീബിക് മസ്തിഷ്ക ജ്വരവും വളരെ വെല്ലുവിളിയായി മാറി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മുതിർന്ന ഒരു വ്യക്തിയും സമാന അവസ്ഥകളിൽ മരണപ്പെടുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തതും ആരോഗ്യ രംഗത്ത് തിരിച്ചടിയുണ്ടാക്കി. ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ നാം ഒട്ടും പിറകിലേക്ക് പോയില്ല എന്നതാണ് ലോകത്തിനു മുന്നിൽ ആരോഗ്യ രംഗത്തുണ്ടായ മറ്റൊരു വെല്ലുവിളി. ഇന്ത്യയിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും രോഗം അതികഠിനമായി തന്നെ പിടിമുറുക്കി. ഇത് ആശുപത്രിവാസത്തിനും മരണത്തിനും എല്ലാം വഴിവെച്ചു. കൊതുക് നിയന്ത്രണം തന്നെയാണ് രോഗാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനായി അവലംബിക്കേണ്ട രീതിയെന്നും ഈ സമയം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ്. ഇതെല്ലാം തന്നെ 2024 സാംക്രമിക രോഗങ്ങളും അവയുടെ വ്യാപനവും രാജ്യത്തും ലോകത്തും എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കി എന്ന് ഉയർത്തിക്കാട്ടുന്നത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.